ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ 5000 സ്കൂളുകൾ പൂട്ടുന്ന നടപടിക്കെതിരെ എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന്. ഉത്തർപ്രദേശിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. സുൽത്താൻപൂരിലെ പ്രതിഷേധം അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി ഉദ്ഘാടനം ചെയ്യും. ഉത്തർപ്രദേശിൽ 5000-ഓളം സ്കൂളുകൾ പൂട്ടുന്ന യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാരിന്റെ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് എസ്.എഫ്.ഐ. ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അണിനിരക്കും. സുൽത്താൻപൂരിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് എസ്.എഫ്.ഐ. അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി ഉദ്ഘാടനം ചെയ്യും. സാധാരണക്കാരന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ബി.ജെ.പിയുടെ നയങ്ങൾക്കെതിരായ താക്കീതായി പ്രതിഷേധം മാറുമെന്ന് ആദർശ് എം സജി പറഞ്ഞു. പണമില്ലാത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾ പൂട്ടി അവിടെ പണം മാനദണ്ഡമായി പണമുണ്ടെങ്കിൽ സ്വകാര്യ സ്കൂളുകളിൽ നിങ്ങൾക്ക് പഠിക്കാം എന്ന നിലയിൽ സർക്കാർ സാധാരണപ്പെട്ട വിദ്യാർത്ഥികളെ സാധാരണപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന നിലയിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം എന്നത് അവകാശമാണ്, ഒരു ഔദാര്യമല്ല എന്നുള്ളത് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് മനസ്സിലാക്കണം. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 89,441 സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. ഉത്തർപ്രദേശിൽ 25,126 മധ്യപ്രദേശിൽ 29,000 സ്കൂളുകളും അടച്ചു. 10 വർഷം കൊണ്ട് 8% സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടിയപ്പോൾ സ്വകാര്യ സ്കൂളുകൾ 14%-ലേറെ ഉയർന്നു. ഉത്തർപ്രദേശിൽ 29,000 സ്കൂളുകളിലും ക്ലാസുകളിൽ 50-ൽ താഴെ വിദ്യാർത്ഥികളാണുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ബി.ജെ.പി. വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിച്ചെന്നും ഇതിന്റെ ഭാഗമായാണ് സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതെന്നും ആരോപണം ശക്തമാണ്. കൈരളി ന്യൂസ്, ദില്ലി.